MP ആന്റോ ആന്റണിക്ക് ഇരട്ട വോട്ട്. പത്തനംതിട്ട ആഴൂരിലും മൈലപ്രയിലുമാണ് എംപിക്ക് വോട്ടുള്ളത്. എംപി ഇക്കുറി വോട്ട് ചെയ്തത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അഴൂർ വെസ്റ്റ് വാർഡിലാണ്. ആന്റോ ആന്റണിയുടെ വീടിരിക്കുന്ന വാർഡിൽ കഴിഞ്ഞ തവണ BJP ആണ് വിജയിച്ചത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, കോൺഗ്രസ് എംപിക്ക് ഇരട്ട വോട്ട് ആകാമെന്നാണോ? പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ വന്നപ്പോൾ പ്രത്യേകിച്ച് MP ആയ ആന്റോ ആന്റണിക്ക് കൃത്യമായി അറിയാമായിരിക്കുമല്ലോ തനിക്ക് ഇരട്ട വോട്ട് ഉണ്ടെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാനത്? അശ്വതി, എന്തായാലും ഈ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഡബിളിങ് വന്നിരിക്കുന്നു എന്നുള്ളത്, അതും MP-യുടെ പേരിൽ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ തന്നെ ഇത് MP-ക്ക് അറിവുണ്ടായിരുന്നതാണ് എന്നുള്ളത് കാര്യവും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ ഇത്തരത്തിൽ ഡബിളിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട അഴൂരിലും മൈലപ്രയിലുമാണ് ആന്റോ ആന്റണി MP-ക്ക് 2 വോട്ട് അല്ലെങ്കിൽ 2 തവണയായിട്ട് പേര് വന്നിരിക്കുന്നത്. എന്നാലും ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ ഓഫീസ് MP ഓഫീസ് സ്ഥിതി ചെയ്തിരിക്കുന്ന ആ വാർഡിലാണ്, അഴൂർ വെസ്റ്റ് വാർഡിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. MP താമസിക്കുന്ന വാർഡിൽ വോട്ട് ചെയ്തില്ല. ആ വാർഡ് നിലവിൽ BJP-യുടെ സിറ്റിംഗ് വാർഡായിരുന്നു മൈലപ്രയിലുള്ള ആ വാർഡ്. പക്ഷെ അവിടെ MP വോട്ട് ചെയ്തില്ല. പകരം ഈ MP ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്താണ് വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മറ്റ് CPM അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സഹായിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ സ്വന്തം വാർഡിൽ വോട്ട് ചെയ്യാതെ അപ്പുറത്ത് വാർഡിൽ പോയി ചെയ്തത്, BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് MP-ക്ക് താല്പര്യമില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് CPM ആൾക്കാർ അവർ ഇത്തരത്തിലൊരു പ്രചരണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഡബിളിംഗ് വന്നിട്ടുള്ള സാഹചര്യം അത് പിശകാണ്. അത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അത് തിരുത്താൻ വേണ്ടി തയ്യാറായിരുന്നില്ല MP എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. ബാക്കി ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ അഴിമതികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്ന സമയത്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ ആന്റോ ആന്റണി പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ പുറത്ത് വന്ന് അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായതേ ഉള്ളൂ. എന്തായാലും MP-യുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്പസമയത്തിനകം തന്നെ തേടുന്നുണ്ട്. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണം അദ്ദേഹം നടത്താൻ സാധ്യതയില്ല. ഇതൊരു സ്വാഭാവിക പിശകായിട്ട് മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രതികരണമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ന്യായീകരണമാണ്. ഇത് വോട്ടർ പട്ടിക വരുമ്പോൾ, അത് പ്രിന്റിംഗ് വരുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു ഡബിളിംഗ് ആണ്. അത് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തി അത് മാറ്റേണ്ടതായിരുന്നു. പക്ഷെ അത് മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിശദീകരണമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും MP വോട്ട് ചെയ്തിരിക്കുന്നത് ഈ അല്ലെങ്കിൽ ആ സിറ്റിംഗ് അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന വാർഡിലല്ല, മറ്റേ വാർഡിലാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. BJP-യുടെ സിറ്റിംഗ് വാർഡിൽ അദ്ദേഹം വോട്ട് ചെയ്തില്ല. കോൺഗ്രസിനെ അവിടെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, കോൺഗ്രസ് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അപ്പുറത്ത് പോയി വോട്ട് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും ചോദിച്ചറിയാൻ. തീർച്ചയായും ഗോകുൽ, അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തൊരു വിരോധാഭാസമാണ്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ ഇരട്ട വോട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അത് നീക്കാനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. കോൺഗ്രസ് MP ആന്റോ ആന്റണിക്കാണ് ഇരട്ട വോട്ട് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. ആ വിവരമാണ് ഗോകുൽ രമേശ് പങ്കുവച്ചത്.